നമസ്കാരം. നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. ലാലേട്ടനോടുള്ള സുചിത്രയുടെ ഇഷ്ടവും ആ ഇഷ്ടം വിവാഹത്തിലേക്ക് എത്തിയതുമൊക്കെ കഴിഞ്ഞ ദിവസം സുചിത്ര പങ്കുവച്ചിരുന്നു. വളരെ മുൻപ് തന്നെ മോഹൻലാൽ സിനിമകളുടെ ആരാധകയാണ് താനെന്നും സുചിത്ര പറഞ്ഞിരുന്നു. മലയാളത്തിന്റെ മാനസതാരമായ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലേഡീസ് ഫാൻസ് ഉള്ള മോഹൻലാലിന്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സുചിത്ര മോഹൻലാൽ മാത്രമാണ്. തമിഴ്നാട്ടിലെ വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമായ സുചിത്ര ഇപ്പോൾ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായ മോഹൻലാൽ ചിത്രങ്ങൾ ഏതെന്ന് തുറന്നു പറയുകയാണ്. മലയാള സിനിമയിൽ മോഹൻലാൽ ഇത്രയും വർഷങ്ങളായി അവകാശപ്പെടാനുള്ള 400 സിനിമകളാണ്. ഇതിൽ 2 ദേശീയ പുരസ്കാരങ്ങളും പത്മഭൂഷണും ഉൾപ്പെടെ അംഗീകാരങ്ങൾ. മലയാളത്തിന്റെ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ മികച്ച പ്രതിഭകളിൽ ഒരാൾ എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹനാണ് മോഹൻലാൽ. മോഹൻലാൽ സിനിമാ ലോകത്തെത്തിയ കാലം തുടങ്ങി കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞതും ഭാര്യ സുചിത്ര അദ്ദേഹത്തിന്റെ കൂടെ ജീവിതയാത്ര ആരംഭിച്ചിരുന്നു. എന്നാൽ ലാലേട്ടൻ അഭിനയിച്ച് തനിക്ക് ഇഷ്ടമാവാതെ പോയ സിനിമകളെ കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. തനിക്ക് ദഹിക്കാത്ത നിരവധി സിനിമകൾ ഉണ്ടെന്നും അത് മോഹൻലാലിനോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു. ഒരു സിനിമ തനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ മോഹൻലാലിനോട് പറയുമെന്നാണ് സുചിത്ര പറയുന്നത്. ഒരു സിനിമ ഇഷ്ടമായില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ചേട്ടനോട് പറയും. അങ്ങനെ എനിക്ക് ദഹിക്കാത്ത ചില സിനിമകളുണ്ട്. എന്റെ അഭിപ്രായം കേൾക്കുക എന്നതല്ലാതെ അദ്ദേഹത്തിന് വേറെ ഒരു മാർഗവുമില്ല. പിന്നെ ഇത് ഒരാളുടെ മാത്രം കാര്യമല്ലല്ലോ. സിനിമ ഒരു ടീം വർക്കല്ലേ. മോശമാവണമെന്ന് കരുതി ആരും സിനിമ എടുക്കില്ലല്ലോ. അവർ കഷ്ടപ്പെട്ടെടുത്തതല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എനിക്ക് പറയാതിരിക്കാനാവില്ല എന്നും സുചിത്ര പറയുന്നു. പണ്ട് താൻ മോഹൻലാലിന് കാർഡുകൾ വാങ്ങി അയക്കാറുണ്ടെന്നും എന്നാൽ പേരൊന്നും വയ്ക്കാറില്ലെന്നും സുചിത്ര പറയുന്നു. താനാണ് കാർഡുകൾ അയക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പിന്നീട് താനാണ് അയക്കുന്നതെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചെന്നും എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയില്ലെന്നും സുചിത്ര പറയുന്നു. മലയാളത്തിൽ സൂപ്പർ ഹിറ്റുകൾ മാത്രമേ മോഹൻലാൽ സമ്മാനിച്ചുള്ളൂ എന്ന് പറയുന്നതിൽ പൊരുത്തക്കേടുകൾ ഏറെയുണ്ട്. ചില സിനിമകൾ മറ്റൊന്നിനെ പോലെ മികച്ചതായിട്ടില്ല. മോഹൻലാലിന് ഫ്ലോപ്പുകളും ഉണ്ടെന്ന് സുചിത്ര മറച്ചു വെക്കുന്നില്ല. ഒടിയൻ, ലൂസിഫർ, ഇട്ടിമാണി, മേഡ് ഇൻ ചൈന എന്നീ ചിത്രങ്ങളുടെ വിജയം ആഘോഷിച്ച ആശീർവാദത്തോടെ മോഹൻലാൽ എന്ന പരിപാടിയിൽ വെച്ച് സുചിത്ര മോഹൻലാൽ തന്റെ മനസ്സ് തുറന്നിരുന്നു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയ നായകന്മാരിൽ ഒരാളാണ് മോഹൻലാൽ. ആ മോഹൻലാൽ അഭിനയിച്ചതിൽ സുചിത്രയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട റൊമാന്റിക് സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. അതുപോലെ മലയാളത്തിൽ ഏറ്റവും ഗംഭീരമായി ആക്ഷൻ ചെയ്യുന്ന നടനും കൂടിയാണ് മോഹൻലാൽ. മോഹൻലാലിന്റെ ആക്ഷൻ സിനിമകൾ സുചിത്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭദ്രൻ സംവിധാനം ചെയ്ത സ്ഫടികം. ഇന്ത്യൻ സിനിമയെ തന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള അഭിനയ വൈഭവം ഒട്ടേറെ സിനിമകളിലൂടെ പുറത്തെത്തിയിട്ടുള്ള മോഹൻലാലിന് വൈകാരിക തീവ്രമായ സിനിമകളിൽ സുചിത്രയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ബ്രസ്ലി ഒരുക്കിയ തന്മാത്രയാണ്. ഒട്ടേറെ മലയാള സിനിമാ പ്രേമികൾക്കും മോഹൻലാൽ ആരാധകർക്കും എന്നും ഹൃദയത്തോട് ചേർക്കുന്ന ചിത്രങ്ങൾ കൂടിയാണ് മേൽ പറഞ്ഞതൊക്കെയും. ഭർത്താവിന്റെ മാത്രമല്ല മകന്റെ സിനിമകളും കണ്ടഭിപ്രായം പറയുന്ന വ്യക്തിയാണ് സുചിത്ര മോഹൻലാൽ. പ്രണവിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ ഇറങ്ങുന്ന സുചിത്ര പലപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ വരാറുള്ളത് കാണാം. അടുത്തിടെ മുതിർന്ന അവതാരക രേഖ മേനോന് സുചിത്ര നൽകിയ അഭിമുഖം വൈറലായിരുന്നു. ഇതിൽ മോഹൻലാലെയും പ്രണവ് മോഹൻലാലെയും കുറിച്ച് സുചിത്ര വ്യക്തമാക്കുന്നുണ്ട്. മോഹൻലാലിന്റെ സിനിമകളിൽ ചിലതിനോടുള്ള ഇഷ്ടക്കേട് മറച്ചു വെക്കുന്നില്ലെന്നാണ് അന്ന് താരം പറഞ്ഞത്.